ഇനി എല്ലാം രാത്രിയില്. അപ്പൊ അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. അത് പറ്റും. സാർ അങ്ങോട്ട് ചെന്നേ. അല്ല നിധി, ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇല്ല, ഒരു 2 മണിക്കൂറും ഇല്ല. ഓഫീസിൽ ഇപ്പൊ എത്തുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേഗം പോയി റെഡി ആയിക്കോ. ചെല വേഗം ആവട്ടെ. നിധി, ഡോർ തുറക്ക്. ഡോർ തുറക്കാൻ. നിധി തുറക്കില്ല, ഞാനേ പുറത്തുനിന്ന് കുറ്റിയിട്ടു. വേഗം റെഡിയായി വാ. ഇത് വലിയ കഷ്ടാണ് കേട്ടോ. അവൻ ജോർജ് അല്ല, അവൻ ടോർച്ച. വേണ്ട നിധി, അങ്ങോട്ട് വേണ്ടെന്ന്. നടക്ക്. വേണ്ട നിധി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തോളാം. അങ്ങനെ ഇപ്പൊ ക്യാൻസൽ ആക്കണ്ട. വാ. വിട് നിധി. അല്ലെങ്കിലേ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോക്കോളാം. പ്ലീസ് എന്നെ ഇപ്പൊ പറഞ്ഞു വിടല്ലേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. പോ നോക്ക്. പെട്ടെന്ന് വന്നേ ഇങ്ങോട്ട്. എന്താ ഇത്? ഇവനിത് എങ്ങോട്ടാ പിടിച്ചു വലിച്ചോണ്ട് പോന്നെ? എന്റെ അമ്മയുടെ മോന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഓഫീസിൽ പോവാതെ മടി പിടിച്ച് മുറിയിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. ഇത് കൊള്ളാലോ. പണ്ടൊക്കെ പിള്ളേര് സ്കൂളിൽ പോകാതിരിക്കുമ്പോഴേ അമ്മമാരിങ്ങനെ വലിച്ചഴിച്ച് ബാഗും എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലായി ഇപ്പൊ ഇത്. മിക്കവാറും അമ്മയുടെ കുട്ടിക്ക് ഞാൻ നല്ല തല്ലു കൊടുക്കും. കമ്പെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. വടി വേണേ ഞാൻ എടുത്തു തരാം. അടി കൊടുത്ത് പറഞ്ഞു വിടണേ. വേണ്ടമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകலாம். വേണോ അമ്മേ? അങ്ങനെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻ പറ്റില്ല. നടക്കിങ്ങോട്ട്. പ്ലീസ് നിധി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട ഗൗതം, വന്നേ. അവിടെ ഒരു മീറ്റിംഗ് ഉള്ളതാ. ആദ്യം മോൻ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മതിയല്ല. നിധി, ഞാൻ ഒന്ന് പറയട്ടെ നിധി. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എനിക്ക് പോവാന് തോന്നുന്നില്ല. എന്റെ പൊന്നു മോനല്ലേ. മോനെ വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. അമ്മേ വൈകുന്നേരം വന്ന് വിളിച്ചോളാം. വിട്, തമാശകളെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു എക്സ്ക്യൂസും ഇല്ല. വാ ഇങ്ങോട്ട്. വന്നേ. വാ വാ.